അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലോട്ട് യാത്രയാവുകയാണ് കേട്ടോ. അങ്ങനെ യാത്രയൊക്കെ ആയിട്ട് പിന്നെ എന്നാൽ ചോദിച്ച് ചെറിയ രീതിയിലൊക്കെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് അങ്ങ് എൻജോയ് ചെയ്തങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നതും അവർ സംസാരിക്കുന്നതെല്ലാം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ചിരിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇതാ കാണിച്ചു തരാം. പുള്ളിക്കാരനെ ചിരിക്കാൻ വലിയ മടിയാണ്. ഞാൻ ചിരിക്കെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ പുള്ളിക്കാരനെ ചിരിപ്പിച്ചെടുത്ത അപ്പോഴുണ്ട് ജഗതിയെ തോപ്പിച്ച് പോകുന്ന വ്യത്യാസത്തിൽ എൻ്റെ മോൻ അവിടെ ഇരുന്ന് ഓരോരോ എന്താ പറയുക അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയാനകം, രൗദ്രം, അങ്ങനെ ഓരോന്ന്. ഞാൻ പറഞ്ഞത് മിക്കവാറും നിന്നെ ജഗതിക്ക് ഓരോ തിരിച്ചു കൊണ്ടുപോകൂടാന്ന്. അങ്ങനെ നാട്ടിലെത്തിയിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ജനം ഉണ്ടെങ്കിലും എനിക്ക് കണ്ടേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നാടൻ പാട്ട് ഗാനമേള കാണാൻ പോയി, വിധുപ്രതാപിൻ്റെ. അപ്പം അത്രയും ജനങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കാണാൻ പറ്റത്തില്ല, ആ മാവ് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തീരെ കാണാൻ പറ്റില്ല. എന്നാലും ഞാൻ കാണും എന്ന് വിചാരിച്ച് തന്നെ ഞാൻ പോയി കണ്ടു. പിന്നെ അല്ല, നമ്മുടെ അടുത്ത് ആ കളി നാട്ടിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് നല്ല രീതിയിലുള്ള പ്രോഗ്രാം കണ്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ നാട്ടിലോട്ട് വരുന്നതെന്നുള്ള ചിന്ത ഉണ്ടോ. അത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് ഞാൻ എന്നായാലും പോയി കണ്ട്, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ തുള്ളാനൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ, കാരണം എനിക്ക് തുള്ളാനൊന്നും അറിയാൻ വയ്യ, അതുകൊണ്ട് എന്നെ കിട്ടത്തില്ല. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മളൊരു ബർത്ത്ഡേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞാവയുടെ ബർത്ത്ഡേക്കൊക്കെ പോയി ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത് കുഞ്ഞാവ കേക്കൊക്കെ മുറിച്ച് അവിടുന്ന് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ലാവിഷായിട്ട് ഇങ്ങനെ നടന്നങ്ങ് ഉത്സവപ്പറമ്പുകളിലും അവിടെ ഇവിടെ എല്ലാം നടന്നങ്ങ്. അതിൻ്റെ കൂടെ ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ ചട്ടിച്ചോറ്. എനിക്കിങ്ങനെ ചോറും മീൻകറി എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോറ് അപ്പോൾ ഞാൻ അറിയാതെ കണ്ട് എടുക്കുമോ. ഞാനെന്തായാലും ചോദിക്കുന്നുണ്ടോ, എന്താണ് വീഡിയോ എടുക്കുവാണോ കള്ള എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിർത്തുമെന്ന് പറയുന്നുമുണ്ട്. കാരണം ഞാൻ ചട്ടിക്കകത്ത് തിന്നുന്നത് വേറെ ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ചട്ടിയോടുകൂടി തിന്നുമെന്നായിരുന്നു എൻ്റെ പേടി. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇത് നമ്മുടെ ഓച്ചറ കേക്ക് വേൾഡി എന്നുള്ള ദൃശ്യമാണ് കേട്ടോ. അപ്പം ഞാൻ മസ്റ്റാണ് കേട്ടോ, അവിടെ നിൽക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ്. പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് അങ്ങ് പോയി കേട്ടോ. നല്ല അടിപൊളി പിള്ളേരുടെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഓച്ചറയിൽ 8 കണ്ട മുരളിച്ച എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലത്തെ ഉരുളിച്ചയാണിത് കേട്ടോ. ഇതോ എന്നും പറഞ്ഞിട്ട് ഓച്ചറ അമ്പലമല്ല, ഉരുളിച്ചയാണ്. പക്ഷേ ഞാനിങ്ങനെ ഓച്ചറയിൽ ഇങ്ങനെ നടന്നിങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളെങ്കിലും ഇത് നല്ല ഒരു അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ, അതും അത്രയും മുള്ളും എന്താ പറയുക കല്ലുമൊക്കെ ഇങ്ങനെ മണ്ടക്കൂടെ പൊങ്ങിയിരിക്കുന്നതിനകത്തുനിന്ന് ആ ചെറുതായിട്ട് പൂവൊന്ന് വിരിച്ചിട്ടുന്നേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല ഭയങ്കര ശക്തിയോടുകൂടി ഫലം കിട്ടുന്ന ഒരു ഇതാണെന്നാണ് അവിടെ എല്ലാവരും പറയുന്നത്. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടു. പിന്നെ നമ്മുടെ ആരായിരിക്കും അനുശ്രീയുടെ ഒരു ചെറിയൊരു ഗാനമേളയും കാര്യങ്ങളും എല്ലാം കണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാണുന്നവരൊക്കെ ഷോർട്സൊക്കെ എടുത്തൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പിന്നെ എല്ലാവർക്കും ടാറ്റാ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, സുലൻ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലിട്ട് പിന്നെയും ഞാനുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. നമ്മൾ കോയമ്പത്തൂരോട്ട് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സി യു.